ഇനി നമ്മൾ എന്നും ആഗ്രഹിക്കുന്ന പോലെ കണിമംഗലം നമ്മുടെ പേരിലാവണം. അതിലിനി ആർക്കെങ്കിലും സംശയമുണ്ടോ? നിനക്ക് സംശയമുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞ എനിക്ക് അച്ഛനെ ഓർത്ത് അഭിമാനം മാത്രം. ഇത്ര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. മുൻപിൽ ഒരു ഇത്തിരി പുല്ല് കാണിച്ച് കുതിരയെ നടത്തിക്കുന്ന കണ്ടിട്ടുണ്ടോ? എത്ര ദൂരം നടന്നാലും ആ കുതിര ക്ഷീണിക്കില്ല. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കണിമംഗലത്തിന്റെ കാര്യത്തില് അതുപോലെ നടന്നവനാ ഞാൻ. ഇന്നുവരെ എന്റെ കാലോ മനസ്സോ ക്ഷീണിച്ചിട്ടില്ല. ഓരോ തോൽവി ഉണ്ടാകുമ്പോഴും ജയിക്കാൻ ഒരു ദിവസം ബാക്കിയുണ്ടെന്ന തോന്നലാ എന്നെ നടത്തിച്ചിരുന്നേ. കണിമംഗലം പരമേശ്വരന്റെ മക്കൾ വെറും ഓർമ്മയായ ശേഷം കണിമംഗലം ഇനി ചന്ദ്രശേഖരന്റെ പേരിൽ അറിയപ്പെടാൻ പോവുകയാണ്. ഇത് കഴിക്ക് ദേവേട്ട. വേണ്ടടോ, കുറച്ച് കഴിയട്ടെ. സമയാസമയത്ത് ഭക്ഷണം കഴിക്കണ്ടേ ദേവാ? മരുന്ന് എത്രയാന്ന് വെച്ചിട്ട്. മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം. ഇപ്പൊ വിഷമിക്കാൻ എന്താ ഉള്ളത്? ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ ടെൻഷനുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന്. ഇതങ്ങ് കഴിക്കാൻ നോക്ക്. പറ്റണ്ടേ യശോദേ? എന്തൊക്കെയോ വ്യക്തതയില്ലാത്ത ചിത്രങ്ങൾ മനസ്സിൽ കൂടെ എങ്ങനെ കടന്നു പോവുക. ആരോ വിളിക്കുന്ന പോലെയോ എങ്ങോട്ടോ പോകുന്ന പോലെയൊക്കെ. എന്തിനാ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് കൽപ്പിച്ച് കൂട്ടുന്നേ? മോളെ, എന്താ നീ മാറി നിൽക്കുന്നേ? മോളെ ഈ കഞ്ഞി അച്ഛന് കൊടുത്തേ. മോള് കൊടുത്ത അച്ഛൻ കുടിക്കും. അതല്ലേ നിങ്ങളുടെ പതിവ്. അച്ഛന് വേണ്ടാഞ്ഞിട്ടാവും അമ്മേ. കുറച്ചു കഴിയുമ്പോ കുടിക്കാന്ന് പറഞ്ഞല്ലോ. താനത് അവിടെ എടുത്ത് മൂടി വെക്കുക. കഴിക്കാൻ തോന്നുമ്പോ ഞാൻ പറയാം. കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ എന്താ വേണ്ടതെന്ന് നീ പറ, ഞാൻ ഉണ്ടാക്കിത്തരാം. ഒന്നും വേണ്ട അമ്മേ. കിടക്കണോ ദേവേട്ടന്?